ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാനിന്ന് രാവിലെ നേരത്തെ തന്നെ കറി വെച്ചതാണ്. ഇത് വെള്ളപ്പയർ വറുത്തരച്ച് പുളിങ്കറി വെച്ചതാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളപ്പയറെടുത്ത് കുക്കറിലിട്ട് നല്ലപോലെ വേവിക്കുക. അതിനുശേഷം 3 തക്കാളി കൂടി അരി നോക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക. പിന്നെ അതിന് വേണ്ട മസാലക്കൂട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് 1/4 സ്പൂൺ ഉലുവ, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഞാൻ ഗോൾഡ് വിന്നർ എണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ എണ്ണയിലൊന്ന് വറുത്ത മസാല അരച്ച് തയ്യാറാക്കി ഈ തിളച്ച് വെച്ച വെള്ളപ്പയറും തക്കാളിയുടെ കൂട്ടിലേക്ക് ഒഴിക്കുക. നല്ലപോലെ തിളച്ച ശേഷം കറിവേപ്പിലയിട്ട് വാങ്ങി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് വേണം. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഞാൻ ഗോൾഡ് വിന്നർ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് ഇതിലേക്ക് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് താളിക്കുന്നതിന് വേണ്ടി. ഞാൻ കടുക് എടുക്കുന്നില്ല, മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം അതൊന്ന് ഫ്രൈ ആകുന്ന വരെ ഒരു ഇത്തിരി ഗോൾഡൻ ബ്രൗൺ കളർ വരെ അതൊന്ന് വറുത്ത് വരണം. വേഗം ഫ്രൈ വേണമെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് ചേർത്താം. ഞാൻ വെള്ളപ്പയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തില്ല. പിന്നീട് തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിക്കുന്ന സമയത്താണ് കറിയിലേക്കുള്ള ഉപ്പ് ചേർത്തത്. ഇതൊന്ന് ചേർക്കാനും പെട്ടെന്ന് എല്ലാവരും വെള്ളപ്പയർ പുളി വെക്കാറുണ്ടായിരിക്കും, പക്ഷേ പലരും പല തരത്തിലാണ് വെക്കുക. ചില സമയത്ത് ഞാൻ ഇതിൽ ഒരു പിടി നാളികേരം കൂടി വറുത്തരയ്ക്കുമ്പോൾ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നാളികേരം ചേർത്തിട്ടില്ല. നാളികേരം ചേർത്തതുകൊണ്ട് പ്രത്യേക സ്വാദ് കുറവൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് എങ്ങനെ വെച്ചാലും. പിന്നെ ഏകദേശം ഒരു മീൻകറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇതിൽ നാളികേരം ചേർക്കാതിരുന്ന 2 ദിവസം വരെ പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല. നന്നായിട്ട് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അതുമല്ല, വെള്ളപ്പയർ ധാരാളം പ്രോട്ടീനാണ് വെള്ളപ്പയറിലുള്ളത്. അതുകൊണ്ട് അത് ശരീരത്തിന് നല്ലതാണ്. ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഗ്യാസ് പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടും. നല്ല ചുവപ്പ് കളറാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വറുത്തരയ്ക്കുന്ന സമയത്ത് നമ്മൾ സവോള വറുക്കുന്ന സമയത്ത് അധികം ഫ്രൈ ഇതാവില്ല. കുറച്ചൊരു പച്ചമണം മാറുന്ന വരെ മാത്രമേ ചെയ്യുള്ളൂ. അതിന് ശേഷമാണ് മറ്റു മസാലകളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് വറുത്ത് താഴ്ച കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ലത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് വെള്ളപ്പയർ ഇതുപോലെ പുളിങ്കറി വയ്ക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഇതുപോലെ തന്നെയാണോ അതോ വേറെ രീതിയിലാണെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഞാനിത്തിരി നേരത്തെ തന്നെ കറി വയ്ക്കുന്നത്. അതുകൊണ്ട് സാധാരണ 10 മണിക്ക് വയ്ക്കാറുള്ളൂ. സവോള വീതം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം.
1 സ്പൂണും കറി നമുക്ക് ആ ചീനച്ചട്ടിയിലിരിക്കുന്ന ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. നമ്മുടെ വെള്ളപ്പയർ വറുത്ത് വെച്ച പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.